അസ്സലാമലൈക്കും. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഒരു വലിയ ഇട്ടി കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനെ മുറിച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് സൺഡേ വീഡിയോ എടുത്തത്, സൺഡേ സ്പെഷ്യൽ. റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഇതിന് മുമ്പ് ഈ വീഡിയോയിലുണ്ട്. ഇതിന് മുമ്പ് ബിരിയാണിയെല്ലാം വെക്കുന്ന റെസിപ്പി എല്ലാവരും കാണണം. മസാല എല്ലാം റെഡിയായി, ഇട്ടിയെല്ലാം ക്ലീൻ ചെയ്ത് മുളകെല്ലാം പരട്ടി അതിനെ ഫ്രൈ ചെയ്ത് മസാല ആക്കി നല്ല ബിരിയാണി ആയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി. ചിക്കൻ ഫ്രൈയും ഇട്ടി ബിരിയാണിയും കച്ചമ്പറും. പിന്നെ ഒരു പെപ്സി എൻ്റെ മക്കൾക്ക് അത് ബേണേ ചെയ്യണം. അതില്ലാത്ത ഒരു ബിരിയാണി വയ്ക്കാലോ, അങ്ങനത്തെ നല്ലതല്ല എന്നും പറഞ്ഞെങ്കിൽ അവർക്ക് വേണം. അതിൻ്റെ കൂടെ ഞാനും കഴിക്കുന്നുണ്ട്. ഓരോ കൂടെ ഓരെന്ത് തിന്നും അതെല്ലാം എനിക്കും വേണം. അങ്ങനെ അഭിപ്രായം പറയുന്നു ബിരിയാണി കഴിച്ചിട്ട്. ടേസ്റ്റ് നോക്കുന്നല്ല മക്കൾ ആദ്യം അവരുണ്ടെങ്കിൽ നോക്കി അവർ അല്ല ഇനിയും പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകുന്നുണ്ട്. ചിക്കൻ ഫ്രൈയും നല്ല ടേസ്റ്റായി എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ മഞ്ചേശ്വരം ബീച്ചിൽ ഫെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആരോ പറഞ്ഞ ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾക്ക് ഐശുട്ടിക്ക് പിന്നെ കാറിൽ കയറിയാൽ പിന്നെ ഒക്കെ ഡാൻസും കളി തന്നെ. ഓളെ കളീനെ പിന്നെ പറയണ്ട. ഡാൻസിലേ പിന്നെ ഞാൻ ഓളെ കൂടെ തന്നെ കളിക്കണം. വീട്ടിൽ തന്നെ പാട്ട് വെച്ച് ഓളെ ഡാൻസ് തന്നെ. അത് വേറെ ആരുടെ കൂടെ അങ്ങനെ ഡാൻസ് കളിക്കല. എൻ്റെ കൂടെ ഡാൻസും പാട്ടും തന്നെ കളിക്കും. ഉമ്മ ഏത്തിയിട്ട് തന്നെ ഡാൻസാക്ക് ഇതന്നെ പറയുന്നത്. പിന്നെ ഞാൻ വീട്ടിലെല്ലാം പാട്ട് പാടുന്ന തന്നെയാണ് പണി. അങ്ങനെ ഇവൾക്കും എൻ്റെ ഭയങ്കര ഇഷ്ടം. എന്നെ ഭയങ്കര ഇഷ്ടം പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിച്ചോണ്ട്. അങ്ങനെ നമ്മൾ പാട്ടും കളിയുമായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട് മഞ്ചേശ്വരം. എനിക്കിപ്പോൾ ഇവിടെയൊക്കെ എത്തുന്നതാണേ അറിയുന്നില്ല. ഓളെ കൂടെ കളിച്ചിട്ട് ഐശ്വര്യമൊക്കെ കളിച്ചിട്ട് അവിടേക്ക് എത്തുന്നതാണേ അറിയുന്നില്ല. ഞാൻ എത്തിയിട്ട് എൻ്റെ മക്കളെ കേൾക്കും അടുക്കെത്തി നിൽക്കും. സ്ഥലമേ മനസ്സിലാവുന്നില്ല. മോളുണ്ടോണ്ട് ടൈം പാസ്സാകുന്നതേ അറിയുന്നില്ല. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് റൂമിൽ ബാതിലടിച്ച്, ഇല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് ഫോനെത്താ വോയിസ് ഓവർ കൊടുക്കണ്ട. അങ്ങനെ വിടുന്നില്ല എന്താക്കാൻ.
വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത എല്ലാവരും കാണണം, മറക്കണ്ട, എല്ലാവരും കാണണം. കണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇത്ര ആയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. ദുആയിൽ എല്ലാവരും എന്നെ ഉൾപ്പെടുത്തണം. എനിക്കും മക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും എൻ്റെ കൂടപ്പിറപ്പുകൾക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്കും ഞാൻ ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ അവിടെ ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിൽ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് കുറേ സംസാരിച്ച് നല്ല ബീച്ച് നല്ല വൈബല്ലേ. അവിടെ കുറേ കണ്ട് നല്ല രസിച്ചിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത സാധനം ഉണ്ടെങ്കിൽ ബീച്ച് ഭയങ്കര ഇഷ്ടം എനിക്ക്. അങ്ങനെ നബിൽ ചറുമുറ കൊണ്ട് വന്നു. നബിലിൻ്റെ വക ചറുമുറ അണക്കും ഫാത്തിമക്കും. ചറുമുറൻ്റെ ആള് ഫാത്തിമ. ഓക്ക് ചറുമുറ എന്നല്ലെങ്കിൽ ഓക്ക് പിന്നെ ജീവൻ, ഓക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നെയ്മിൻ്റെ വക മാംഗോ ജ്യൂസ്. ചറുമുറയും മാംഗോ ജ്യൂസും എല്ലാം കുടിച്ച് ഞങ്ങൾ ഉഷാറായി. മക്കളെല്ലാം കളിച്ചോണ്ടുണ്ട്. പിന്നെ പാനിപ്പൂരി ഞങ്ങൾ എടുത്ത് തന്നു, അതും കഴിച്ച്. പാനിപ്പൂരി ഒന്നും കൊള്ളാം. ചറുമുറ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാനിപ്പൂരി ഒന്നും കൊള്ളൂല, ടേസ്റ്റ് പോരാ. അങ്ങനെ ഫെസ്റ്റ് ഓപ്പനായി. അങ്ങനെ അവിടെ പോയി അകത്തെല്ലാം പോയി എല്ലാം കണ്ട്. വലിയതായിട്ടൊന്നുമില്ല, വ്യൂ ഒന്നും നല്ല ഇല്ല അടുത്ത. അങ്ങനെ പിന്നെ നമ്മൾ അപ്പോഴേ തിരിച്ച് വന്നു. ഒരാൾക്ക് 50 റുപ്യ ടിക്കറ്റ്. ടിക്കറ്റെല്ലാം കുറവുണ്ട്, മാത്രം അകത്ത് ഒന്നുമില്ല, കാണാനൊന്നും ഒഞ്ചില്ല. ഒരു വൈബില്ലായിരുന്നു. നല്ല ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. ഉപ്പും പുളി, അത് ഉപ്പും പുളിയും മുളകും എല്ലാം ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും കഴിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടം. തടിക്ക് പിടിക്കുന്നില്ല, പിന്നെ എന്താക്കുന്ന, ചെറുപ്പത്തിലേ തിന്നിട്ട് സാച്ചായല്ലേ. ഒരു ദിവസമല്ല കഥ ഞാൻ പറയാം. സ്കൂൾക്ക് പോകുമ്പോൾക്ക് എന്തെല്ലാം തിന്നോണേ, എവിടെയെല്ലാം മെത്തിൻ്റെ അടിക്ക് പോയിക്കോണേ എല്ലാം പറയാം, എല്ലാ സ്റ്റോറിയും പറയാം. അങ്ങനെ പിന്നെ നമ്മൾ
തിരിച്ചിട്ട് പോയി. മക്കൾ ആരും വന്നിട്ട, നെയ്മും നബിലും വന്നിട്ട്, ഞാനും ഫാത്തിമയും ഐഷുവും പോയത് അകത്തേക്ക്. ഓറ് പറഞ്ഞ് എന്നെ കാണാൻ എന്നെ പറഞ്ഞ് വൈബൊന്നുമില്ല, ഞങ്ങൾ വരുന്നില്ല ഉമ്മ. അങ്ങനെ ആറ് പുറത്ത് തന്നെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വണ്ടി മാംഗ്ലൂർക്ക് വിട്ടു. അവിടെ കനമൂർ ബീച്ചിക്ക് പോയി. അവിടെ നല്ല വൈബ്, മക്കളെ നല്ല ഉണ്ടായിരുന്നു. പിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അത് രാത്രിയല്ലേ, ഇരുട്ടല്ലേ, അങ്ങനെ വലിയതായിട്ട് ഒന്ന് പിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല പകൽ പോയിനാൽ നല്ല പിക്കെല്ലാം എടുക്കാൻ നല്ല രസമായിരിക്കട്ടെ. നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകുന്നത്, രാത്രി തന്നെ പോകുന്നത്, രാവിലെ അല്ല രാത്രി തന്നെ പോകുന്നത്. ഈ മോന് വരുമ്പോഴേക്ക് ലേറ്റാണ്. ഇന്ന് സൺഡേ ആയാലും ഇപ്പോൾ ആടെ ബീച്ചിക്ക് പോയല്ലേ മഞ്ചേശ്വരം, ആടെ പോയിട്ട് വെറുതെ ടൈം വേസ്റ്റ്. ആടെ പോവാത്ത മാംഗ്ലൂർ വണ്ടി വിട്ടിനെങ്കിൽ നമുക്ക് നല്ല പിക്കെല്ലാം എടുക്കാമായിരുന്നു. നല്ല വൈബായിട്ട് ആയിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴേക്ക് 11 മണിയായിട്ടുണ്ട്. വരാനേ മനസ്സില്ല, ഞാൻ തന്നെ ഇരിക്കാൻ തോന്നി, അത്രക്കും വൈകായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലെ ട്രാവലിങ് ഭയങ്കര ഇഷ്ടം. എൻ്റെ വാപ്പെല്ലാം എവിടെ വേണം എന്നെ അന്യത്തിന് എൻ്റെ അങ്ങളമാരെല്ലാം കൊണ്ടുപോകും. സർക്കസ് അതെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. പിന്നെ ഐസ്ക്രീം പാർലർക്കെല്ലാം. പിന്നെ ആരെ കിട്ടിയില്ല, നമ്മളെ അപ്പുറത്ത് രാജൊക്കെ ഉണ്ട്, നമ്മളെ അയൽവാസി, എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അപ്പുറത്ത്. രാജക്കാരുടെ കൂടെ ഞങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ പോകും. രാജക്ക ഞങ്ങളെ കൊണ്ടുപോകും സർക്കസിനാണെല്ലാം. ഞങ്ങളൊരു മക്കളെ പോലെ തന്നെ. ഇപ്പോൾ പാവം സുഖമില്ല. ഇപ്പം ഇങ്ങനെ കിടന്നോടെ തന്നെ രാജക്ക ആരോഗ്യ ആയുസ്സിനുള്ള കൊടുക്കട്ടെ. നമ്മളെ ചെറുപ്പത്തിൽ മക്കളെ പോലെ തന്നെ നോക്കിയിട്ടുണ്ടാകും അതിന്. ഇത് അവർക്ക് ഭയങ്കര കളി, ഡാൻസും കളി. ഐശ്വൻ്റെ കൂടെ ചാച്ചും ഡാഡിയും ഭയങ്കര ഡാൻസിൽ ഐശ്വൻ്റെ. എൻ്റെ പുതിയ മുത്തുമണികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കരുത്. അങ്ങനെ മക്കളെ ഞമ്മ ഇവിടെ ഉപ്പളെ അലിച്ചാൻ്റെ ഹോട്ടലിലെത്തി. നമ്മളുടെ മാംഗ്ലൂരൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ മോന് ദോശ വേണം പറഞ്ഞു, വലിയ മോന് നെയ്യും. ഞങ്ങളെല്ലാം പൂരിയും
അല്ല പൂരിയല്ല, നെയ്പ്പത്തളും ബീഫ് കറിയും സലാഡും എല്ലാം കഴിച്ച് പിന്നെ ബിരിയാണിയും കഴിച്ച് സൂപ്പറായിരുന്നു മക്കളെ. ബീഫ് കറി സൂപ്പർ. ഓക്കേ.